അംബികയാണല്ലോ. എന്താ പ്രശ്നം? ഹലോ അംബികെ. നിങ്ങൾക്ക് ഞാൻ വല്ലതും തരാനുണ്ടോ? ഇതെന്താ അംബിക ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ഞാൻ അതിനുള്ള പ്രതിഫലം അപ്പോ അക്കൗണ്ടിലേക്ക് ഇട്ട് തരാറില്ലേ? അതിന് ഞാനൊരു പരാതിയും പറഞ്ഞില്ലല്ലോ അംബിക. ഇതുവരെ നമ്മുടെ അക്കൗണ്ട്സ് ഒക്കെ വളരെ ക്ലിയർ ആണ്. ആണല്ലോ. ആ ആണ്. എന്താ സംശയം? ആ ഋതികയും രാജുവിനെയും കീരിയും പാമ്പ് പോലെ ആക്കുന്നതായിരുന്നില്ലേ നമ്മുടെ കോൺട്രാക്ട്? കോൺട്രാക്ട് അതൊക്കെ തന്നെയാ. അല്ല, ഞാൻ അവരെ നല്ല ഒരു ഒന്നാം തരം വേല വെച്ച് കീരിയും പാമ്പും പോലെ ആക്കിയതല്ലേ. എന്നാ ഇപ്പൊ അങ്ങനെയാണോ? ഇപ്പൊ വീണ്ടും പൊരിച്ച കോഴിയും ചപ്പാത്തിയും പോലെയായി. ഞാൻ എന്തോ ചെയ്യാൻ പറ്റും? നിങ്ങളുടെ മുടിഞ്ഞ ബുദ്ധിയില്ലേ, ഇനി അവരെ പിരിക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ലേ മുണ്ടക്കലമ്മേ? ബുദ്ധിയൊക്കെ ഉണ്ട്. എനിക്ക് ഓരോ വയസ്സ് കൂടുമ്പോഴും കുരുട്ട് ബുദ്ധികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് ഷുഗറും കൊളസ്ട്രോളും ഒന്നും ഇല്ലാത്തത്. എന്റെ മുണ്ടക്കലമ്മേ, ആ രാജുവും ഋതികയും വലിയ ശല്യമാ. ഇപ്പൊ അവളെ പിരിഞ്ഞ അവനും അവനെ പിരിഞ്ഞ അവൾക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന്. പ്രണയമോ, മുടിഞ്ഞ പ്രണയം. എല്ലാം ഞാൻ അറിയുന്നുണ്ട്. ഈയിടെ ആയിട്ട് ലവ് ഡേസ് കുന്തരി ഇത്തിരി കൂടുതലാണ്. ഉടനെ ഞാനൊരു പണി കൊടുക്കും. വേഗം വേണം, അല്ലെങ്കിലേ നമ്മൾ തമ്മിൽ തെറ്റുവേ.